ഇപ്പം ജുമുഅ എന്തുകൊണ്ട് വെള്ളിയാഴ്ചയിൽ ളുഹറിൻ്റെ അസറിൻ്റെ ഇടയിൽ മറ്റുള്ളതുപോലെ ഓരോരുത്തർക്ക് സംഘമായി വന്ന് നിസ്കരിച്ച് പോയാൽ മതി എന്ന് വരാതെ ഒരു സമയത്ത് തന്നെ നിസ്കരിക്കുക എന്നുള്ള വന്ന് പരസ്പരം ഒരു സാമൂഹ്യ ജീവി അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം കാണാനും സംവദിക്കാനും സംസാരിക്കാനും വ്യവഹാരങ്ങൾ നടത്താനും ഇടപാടുകൾ നടത്താനൊക്കെ ഉള്ളൊരു അവസരം കൂടെ ഈ സമയം നിശ്ചയിച്ച ഇബാദത്തുകളിലുണ്ട്. ഓരോ ആഴ്ചയിലും ഉണ്ട്. അതുപോലെ തന്നെ ഹജ്ജ് നോക്കൂ നിങ്ങൾ. ഹജ്ജ് ഇപ്പം നമ്മൾ മറ്റ് മതങ്ങളുടെയൊക്കെ അവർക്കും ഇതേമാതിരി ആരാധനകളുണ്ട്. അപ്പം ആരാധനകളിൽ അവർ പ്രത്യേകമായ വേഷം ധരിച്ച് അവർ പോകുന്നു, മാല ധരിച്ച് പോകുന്നു. ആ പോകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവർ ഈ മാലയിട്ട് നിശ്ചിത ദിവസം കഴിഞ്ഞാൽ പോകാം, തിരിച്ചു വരാം. എല്ലാവരും കൂടെ മാലയിട്ട മുഴുവൻ എല്ലാവരും കൂടെ ഒരു സമയത്ത് ഒരുമിച്ച് കൂടുന്ന രീതിയില്ല. ഹജ്ജ് അങ്ങനെയല്ലല്ലോ. ഹജ്ജ് യഥാർത്ഥത്തിൽ എല്ലാവരും വ്യത്യസ്ത ഘട്ടങ്ങളിൽ മക്കയിലേക്ക് പോയാലും അറഫയിൽ ഒറ്റ ദിവസം തീരുന്നു, ഒരു കൃത്യമായ ഒരു സമയത്ത് ഒരുമിച്ച് അവിടെ ഒരു ഏകദേശം 6 മണിക്കൂർ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു സംഘടിച്ചുകൊണ്ട് മനുഷ്യൻ ഒന്നാണ്, എനിക്ക് നിന്നെ വേണം, നിനക്ക് എന്നെ വേണമെന്നുള്ള ഒരു ആരാധനയിൽ പോലും ആ സംഘടിത ബോധത്തെ ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്ലാം ശ്രമിക്കുന്നുണ്ട്.